പിന്നെ തൃശ്ശൂരിൽ ഈ മുഹറം 10-ൻ്റെ ആചാരങ്ങൾ, പിന്നെ മുസ്ലിം നവോത്ഥാനം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സംഗതികൾ നിരോധിച്ച് ഈ പുലി വേഷം കെട്ടൽ മാത്രം അവിടുത്തെ ഹിന്ദു സമുദായത്തിലുള്ള ആളുകളെ ഏറ്റെടുത്തിട്ട് ഈ പുലി വേഷം കെട്ടൽ മാത്രം അവർ ഏറ്റെടുത്തിട്ട് അവർ കൊണ്ടു നടക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇറാൻ യുദ്ധം തുടങ്ങിയത് മുതൽ നമ്മുടെ നാട്ടിൽ വ്യാപകമായി ഷിയായിസത്തെ സംബന്ധിച്ചും ഇറാനെ സംബന്ധിച്ചുമുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് മൗദൂദികളുടെ ചാനലുകളും മാധ്യമങ്ങൾ, അതുപോലെ തന്നെ അവരുടെ സോഷ്യൽ മീഡിയയിലുള്ള അവരുടെ അക്കൗണ്ടുകളിലൂടെ ഇറാന് വേണ്ടിയിട്ട് വാദിക്കുകയും അവരുടെ ചരിത്രങ്ങൾ പറയുകയും അവരെ പുകഴ്ത്തുകയും അവർക്ക് വേണ്ടിയിട്ട് വാദിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു ഭാഗത്ത് ഷിഈ മജൂസി മതത്തിന്റെ പ്രചാരകരായിട്ടുള്ള PT നാസറും CH മുസ്തഫയെ പോലുള്ള ആളുകൾ ഷിഈ ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് രംഗത്ത് വരുന്നുണ്ട്. PT നാസർ പറയുന്നത് കേരളത്തിലെ മുസ്ലിമീങ്ങൾ യഥാർത്ഥത്തിൽ ഷിഈകളായിരുന്നു എന്നുള്ളതാണ്. സലഫികൾ വന്നതോടുകൂടി വഹാബികൾ വന്നിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഷിഈ സ്വാധീനം കുറഞ്ഞു പോയത് എന്നുള്ളതാണ്. അത് പിന്നീട് ഈ ഖബർ പൂജയിലും ഉറൂസുകളിലും മറ്റ് വിശ്വാസങ്ങളിലും മാത്രം ആ സ്വാധീനം ബാക്കിയായി എന്നുള്ളതാണ്. കേരളീയ മുസ്ലിം സമൂഹത്തിൽ അന്തർധാരയായിട്ട് കിടക്കുന്നത് ഷീസമാണ്. അത് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ അടിത്തറ എന്ന് പറയുന്ന സാധനം ഇതിൽ അത് നമുക്ക് എവിടെ നോക്കിയാലും കാണാം. അതുകൊണ്ടാണ് മാത്രമല്ല നഷ്ടപ്പെട്ടു പോയ ഈ പൈശാചിക ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളെ സംബന്ധിച്ച് ഓർത്തുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, വിലപിക്കുന്നുണ്ട് PT നാസർ. മുഹറം 10 ബന്ധപ്പെട്ടുകൊണ്ട് വാളുകൊണ്ട് ശരീരത്തിൽ കൊത്തല്, അതുപോലെ നെഞ്ചത്തടിയും നിലവിളിയും തീയില് ചാടല്, ഇങ്ങനെയുള്ള അതുപോലെ പുലിക്കളി. PT നാസർ പറയുന്നത് തൃശ്ശൂർ പൂരത്തിന്റെ ഭാഗമായിട്ടുള്ള പുലിക്കളി എന്നുള്ളത് ഷിയായിസത്തിന്റെ പാരമ്പര്യമുള്ളതായിരുന്നു. അത് സലഫികൾ വന്നിട്ട് വഹാബികളുടെ സ്വാധീനത്താൽ അത് മുസ്ലിമീങ്ങൾ ഉപേക്ഷിച്ച സമയത്ത് ഹിന്ദുക്കൾ അത് എടുത്തതാണ് എന്നുള്ളതാണ്. അതുപോലെ നമ്മൾ ഉത്തര കേരളത്തിൽ നടക്കുന്ന ഈ തെയ്യം പോലുള്ള സംഗതികൾ, അതിന്റെ ഭാഗമായിട്ട് തീയിൽ ചാടുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലേ, എനിക്ക് തോന്നുന്നത് അതിൻ്റെയൊക്കെ പാരമ്പര്യം ഈ ഷിഈ പാരമ്പര്യമാണ് എന്നുള്ളതാണ്. കൊല്ലത്ത് മുഹറം മാസത്തിൽ ഈ വേഷം കെട്ടുന്ന ആളുകൾ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഈ പുലി അപ്പം വെച്ചാൽ ഈ പുലി ഇപ്പം നമ്മളെ തൃശ്ശൂർ പുലികളിയുടെ ചരിത്രം പോലും ഇത് ഈ മുഹറം അന്ന് ഷിയാക്കൾ എന്ന് പറയുമ്പോൾ കേട്ടോ കേരളത്തിലെ എല്ലാ ഭാഗത്തും അല്ലാതെ തന്നെ നടത്തിയിരുന്ന ഈ മുഹറം 1 മുതൽ അങ്ങോട്ട് തുടങ്ങിയാലും മുഹറം 10 വരെ അശൂറ ദിനം വരെ ഈ പിന്നെ ഇതിൻ്റെ വിലാപങ്ങളും വിലാപയാത്രകളും ഇതിൻ്റെ സംഗതികളും ഒക്കെ നടത്തിയിരുന്നു. പിന്നെ തൃശ്ശൂരിൽ ഈ മുഹറം 10-ൻ്റെ ആചാരങ്ങൾ, ഇത് മുഹറം 10-ൻ്റെ വിലാപയാത്ര അത്ര സംഗതികളൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ അതിൽ ഈ വിലാപയാത്ര സംഗതിയൊക്കെ നടക്കുമ്പോൾ പുലിവേഷം കെട്ടിയ ആളുകൾ ഇതിൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. പിന്നെ മുസ്ലിം നവോത്ഥാനം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സംഗതികൾ നിരോധിച്ചിട്ട് ഇത് നടപ്പിലാക്കാതെ വന്നപ്പം മുസ്ലിങ്ങൾ ഇതിലേക്ക് താല്പര്യമില്ലാതെ മുസ്ലിങ്ങൾ ഈ പരിപാടികൾ മുഴുവൻ ഉപേക്ഷിച്ചപ്പോൾ ഈ പുലി വേഷം കെട്ടൽ മാത്രം അവിടുത്തെ ഹിന്ദു സമുദായത്തിലുള്ള ആളുകളെ ഏറ്റെടുത്തിട്ട് അവർ ഈ പുലിവേഷം കെട്ടൽ മാത്രം അവരെ ഏറ്റെടുത്തിട്ട് അവർ കൊണ്ടു നടക്കുകയാണ് എന്ന് സജിദ മഠത്തിൽ ഈ സ്ഥാനത്തിൽ എഴുതിയിട്ടുണ്ട്. വക്കം മൗലവിയുടെ മുസ്ലിം എന്ന് പറഞ്ഞ പത്രത്തിൽ വന്ന ഒരു വാർത്ത ഉണ്ട്. പിന്നെ ഈ മുഹറത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംഭവങ്ങളുണ്ടല്ലോ, മുഹറത്തിൽ നടക്കുന്ന അനിസ്ലാമികമായിട്ട് നടക്കുന്ന ഈ സംഗതികൾ, ഈ പറയുന്ന ഈ പിന്നെ കരച്ചിലും പിന്നെ നെഞ്ഞത്തടിക്കലും പിന്നെ സ്വയം വേദനിപ്പിക്കലുമായിട്ട് നടക്കുന്ന ഈ ഏർപ്പാടുകൾ ഇതൊന്നും ഇസ്ലാമികമല്ല, ഇത് ഇസ്ലാമിൽ ഇല്ലാത്തതാണ്, അതുകൊണ്ട് അത് ഉടൻ അവസാനിപ്പിക്കേണ്ടതാണ്, അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ മുസ്ലിം സമൂഹം മുമ്പിട്ടിറങ്ങേണ്ടതാണെന്ന് പറഞ്ഞിട്ട് 1930-കളിൽ പിന്നെ വക്കം മൗലവിൻ്റെ ഈ മുസ്ലിം എന്ന് വന്നിട്ട് 1975 അവിടെ അവർ തീയിൽ നടത്തം ഉണ്ടായിരുന്നു. തീ കനലിട്ടിട്ട് ഈ ഗ്രൂപ്പ് ഈ ദിവസത്തിൽ 9-10 ദിവസങ്ങളിൽ. അപ്പോ എത്രത്തോളം പൈശാചികമായിട്ടുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളുമായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇതൊക്കെ ഇല്ലാതാകാനുള്ള കാരണം സലഫികൾ പ്രവർത്തിച്ചത് കാരണത്താലാണ്, വഹാബിസമാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇത് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, സമസ്തക്കാർ നിഷേധിച്ചിട്ടില്ല, ഇതിന് മറുപടി പറഞ്ഞിട്ടില്ല. മാത്രമല്ല കേരളത്തിന് പുറത്തുള്ള സ്ഥലങ്ങളിൽ സൂഫികളായിട്ടുള്ള ആളുകൾ, സുന്നികളെന്ന് സ്വയം വാദിക്കുന്ന ആളുകൾ, ബറൈൽവികളായ ആളുകൾക്കിടയിലൊക്കെ വ്യാപകമായിട്ട് ഇന്നും എന്ത് ചെയ്യുന്നുണ്ട്, ഈ മുഹറം ആചാരങ്ങളും തീയിൽ ചാടലും കബറടക്കലും
അതുപോലുള്ള പുലിക്കളിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. إن يدعون من دونه إلا إناثا وإن يدعون إلا شيطانا مريدا لعنه الله وقال لأتخذن من عبادك نصيبا مفروضا ولأضلنهم ولأمنينهم ولآمرنهم فليبتكن آذان الأنعام ولآمرنهم فليغيرن خلق الله ومن يتخذ الشيطان وليا من دون الله فقد خسر خسرانا مبينا. കേരളത്തിലുള്ള സമസ്ത എന്ന് പറയുന്നത് അതിൻ്റെയൊക്കെ അടിസ്ഥാനം സൂഫിസം, അതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഷിയായിസമാണെന്നുള്ളത് മുസ്ലിമീങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. എന്താണ് ഷിയാക്കൾ ഇവിടെ തിരിച്ചു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഇതിന് കരുതലോടുകൂടിയിട്ട് വളരെയധികം ഭയത്തോടുകൂടി കാണേണ്ടതുണ്ട്. ഈ ട്രഡീഷനൊക്കെ നമുക്ക് എല്ലാ ട്രഡീഷനും പറയണം. ഇവിടുന്ന് അസ്തമിച്ചത് ഈ സലഫിവൽക്കരണത്തിന്റെ സുന്നികൾക്കിടയിലെ അത് സലഫിവൽക്കരണം. സലഫിവൽക്കരണം എന്ന് പറഞ്ഞാൽ സലഫി അവരൊരു സംഘടനയായിട്ട് അവർ ഇതായിട്ട് മാത്രം അല്ല ചെയ്യുന്നത്. അവർ ചില മുസ്ലിം സമൂഹത്തിന് ഒന്നായിട്ട് സലഫിവൽക്കരിക്കും.